ശൈവ വൈഷ്ണവ ശാക്തേയ ചൈതന്യം ഒത്തുചേർന്നതിനാൽ ശാസ്താപൂജ സർവ്വദേവാർച്ചനകൾക്കും തുല്യമാണ്. ആയതിനാൽ ശാസ്താപ്രീതിക്കായി തപസ് ആരംഭിക്കൂ ഭൃഗുരാമ. അങ്ങനെയാവട്ടെ ഗുരു, അവിടുത്തെ ആജ്ഞ പോലെ. മംഗളം ഭവന്തു. തേജോമണ്ഡലമധ്യഗം ത്രിനയനം ദിവ്യാംബരാലംകൃതം ദേവം പുഷ്പശരേക്ഷു ചാപവിലസൻ മാണിക്യപാത്രാഭയം ബിഭ്രാണം കരപങ്കജൈർമദഗജസ്കന്ധാധിരൂഢം വിഭും ശാസ്താരം ശരണം നമാമി സതതം ത്രൈലോക്യ സമ്മോഹനം. ഭാർഗവരാമ, വന്ദനം ഹരിഹരപുത്ര. വന്ദനം ഭാർഗവരാമ. അങ്ങയുടെ തപസ് സഫലമാകാൻ പോകുന്നു. സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിന് നമ്മുടെ അനുവാദം നേടാൻ വേണ്ടിയാണ് അങ്ങ് തപസ്സനുഷ്ഠിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുന്നു. അതേ പ്രഭു, ധർമ്മരക്ഷാർത്ഥം മാനവർക്ക് ഭജിക്കാൻ അവിടുത്തെ തിരുനാമത്തിലും രൂപത്തിലുമുള്ള ക്ഷേത്രങ്ങൾ അനിവാര്യമാണ് ദേവ. അങ്ങനെയെങ്കിൽ നമ്മുടെ പഞ്ചഭാവങ്ങളിലുമുള്ള പ്രതിഷ്ഠകൾ മലയനാടിന്റെ വിവിധ ദേശങ്ങളിൽ സ്ഥാപിക്കേണ്ടതാണ്. ബാലഭാവം, കൗമാരഭാവം, ഗൃഹസ്ഥഭാവം, യോഗീഭാവം, ജ്യോതിസ്വരൂപം എന്നീ വിധമായിരിക്കണം ആ 5 പ്രതിഷ്ഠകൾ. ഈ ഓരോ ഭാവത്തിനും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. മനുഷ്യരുടെ ജീവിതത്തിലും ഇതുപോലെ പ്രായത്തിലും രൂപത്തിലും വ്യതിയാനങ്ങളുണ്ടല്ലോ പരശുരാമ. ഈ 5 ഭാവങ്ങൾ മനുഷ്യരുടെ ആ അവസ്ഥകളെയാണ് സൂചിപ്പിക്കുന്നത്. ആയതിനാൽ അവർക്കായി ഈ ക്ഷേത്രങ്ങൾ സമർപ്പിച്ചാലും ഭാർഗവരാമ. അവിടുത്തെ ചൈതന്യത്താൽ ഈ ക്ഷേത്രങ്ങളെല്ലാം പരിപാവനമായി തീരും. അത് ഈ നാടിന്റെ രക്ഷയ്ക്കായി ഭവിക്കും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഭാർഗവരാമ. മംഗളം ഭവന്തു. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. എന്താ കുട്ടികളെ വൈകിയത്? നിങ്ങൾ രണ്ടാളും സ്ഥിരമായി താമസിച്ചാണല്ലോ വരാറ്. ഇനി ഇത് ആവർത്തിക്കരുത്. ശരി ഗുരുജി. ഇങ്ങോട്ടിരുന്നോളൂ. നിങ്ങളുടെ കൂടെ സ്കൂളുകളിൽ പഠിക്കുന്ന മറ്റു സമുദായക്കാരായ കുട്ടികൾ അവരുടെ മതപഠനത്തിനായി സമയം കണ്ടെത്താറുണ്ടല്ലോ. എന്തുകൊണ്ട് ഹിന്ദുക്കളായ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല? ആഴ്ചയിൽ ഒരു ദിവസം, ഒരു ശനിയാഴ്ച, 1 മണിക്കൂർ ദൈവത്തെ അടുത്തറിയുവാനും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കുവാനുമുള്ള സമയം കണ്ടെത്തേണ്ടത് നമ്മുടെ ജീവിത നന്മയ്ക്ക് അനിവാര്യമാണ്. ഈശ്വരവിശ്വാസമുള്ള, ഈശ്വരനെ ഭജിക്കുന്ന വീടുകളിലെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുകയുള്ളൂ. ഘടികാരത്തിലെ സമയം നോക്കിയിട്ടാകരുത് നമ്മുടെ ജീവിതയാത്ര. നമ്മുടെ യാത്രയ്ക്കൊപ്പം ഘടികാരവും സഞ്ചരിക്കണം. അതാണ് വേണ്ടത്. നമ്മൾ പാഴാക്കുന്ന ഓരോ നിമിഷവും നഷ്ടപ്പെട്ടത് തന്നെയാണ്. അതൊരിക്കലും തിരികെ കിട്ടില്ല. നിങ്ങളുടെ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ നഷ്ടപ്പെടുന്നത് ഈ ഇരിക്കുന്ന കുട്ടികളുടെ സമയം കൂടിയാ. അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കരുത്.
എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് എല്ലാ ശനിയാഴ്ചയും രാവിലെ 1 മണിക്കൂർ ഗീതാ ക്ലാസ്സിൽ പോയി വന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളും മുടങ്ങാതെ ഇവിടെ വന്നാൽ മാത്രമേ ഹിന്ദു സംസ്കാരവും ആചാരാനുഷ്ഠാനങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ നിങ്ങളുടെ ഭാവി ശോഭനമാക്കാൻ ഉതകും. മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പോ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ധർമ്മശാസ്താവ് പ്രത്യക്ഷപ്പെട്ട് ക്ഷേത്രങ്ങൾ പണിയുന്ന കാര്യം പറഞ്ഞു. ക്ഷേത്രങ്ങൾ പണിയണമെങ്കിൽ എന്തെല്ലാം വേണം? കല്ലാശാരിമാര് വേണം, പൂജാരിമാര് വേണം. പരശുരാമൻ വീണ്ടെടുത്ത ഈ ഭൂമിയിൽ ഇവരാരുമില്ലല്ലോ. അങ്ങനെ പരശുരാമൻ പരദേശങ്ങളിലേക്ക് പൂജാരിമാരായ മഹാബ്രാഹ്മണരെ തേടി യാത്രയായി. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. പ്രണാമം ബ്രാഹ്മണശ്രേഷ്ഠരെ. പ്രണാമം. നാം കുറച്ച് ദൂരദേശത്ത് നിന്ന് വരികയാണ്. നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അത്യാവശ്യമായിരിക്കുന്നു. ഭഗവാൻ കൈലാസനാഥന്റെ അനുഗ്രഹത്താൽ അങ്ങ് വടക്ക് ഗോകർണ മുതൽ തെക്ക് സാക്ഷാൽ ആദിപരാശക്തി കുടികൊള്ളുന്ന കന്യാകുമാരി വരെ ഒരു പുതിയ ഭൂമി പിറന്നിരിക്കുന്നു. ഭഗവാനെ ശ്രീ പരമേശ്വര, അവിടെ ദേശരക്ഷയ്ക്കായി ക്ഷേത്രങ്ങൾ നിർമ്മിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പൂജാകർമ്മങ്ങൾക്കും മറ്റുമായി താന്ത്രിക വിദ്യ അഭ്യസിച്ച ആരും തന്നെ ആ ദേശത്തില്ല. അതുകൊണ്ട് ഇവിടുന്ന് കുറച്ചുപേർ അവിടെ വന്ന് അതിനുവേണ്ട ഒരുക്കങ്ങൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടുംബസമേതം കാലാകാലങ്ങളായി ഇവിടെ പാർക്കുന്നവരാണ്. അവിടെ ആ ക്ഷേത്രങ്ങളെല്ലാം പണിതു വരണമെങ്കിൽ കുറെ കാലതാമസം എടുക്കും. തന്നെയുമല്ല, കുടുംബവും മറ്റും വിട്ടിട്ട് ഇത്രയും ദൂരദേശത്തേക്ക് എങ്ങനെയാ വരാൻ കഴിയുക? നിങ്ങൾ കുറച്ച് ബ്രാഹ്മണരെ കുടുംബസമേതം തന്നെ നാം അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്കവിടെ അധിവസിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും തരമാക്കുകയും ചെയ്യാം. പുതിയ ഭൂമിയാവുമ്പോ അവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതെല്ലാം നാം ഒരുക്കുന്നുണ്ട്. ഉപേക്ഷ വിചാരിക്കരുത്. ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ തന്നെ നിരവധി ദിനരാത്രങ്ങൾ വേണ്ടിവരില്ലേ അവിടെ എത്തിച്ചേരാൻ? വനാന്തരങ്ങളിലൂടെ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ട് വരിക എന്ന് വെച്ചാൽ ലേശം പ്രയാസമുണ്ട്. സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല. നാം വാക്ക് തരുന്നു. എല്ലാവരുമായി ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ശുഭപ്രതീക്ഷയോടെ നിങ്ങളുടെ വരവിനായി നാം കാത്തിരിക്കും. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രണാമം. പ്രണാമം. ഇവിടെ തന്നെ പൂജാകർമ്മങ്ങളും മറ്റും ചെയ്യാനായിട്ട് ആൾക്കാർക്ക് നന്നേ ക്ഷാമാണ്. നിരസിക്കരുത്. നിർബന്ധമായും വരണം. മറ്റൊരു ദേശക്കാരെയും ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളും കൂടിയായാൽ എല്ലാം ശുഭമാവും. കുടുംബവും മറ്റും ഉപേക്ഷിച്ച് ഇത്ര ദൂരം വരാന്ന് വെച്ചാലേ ദുഷ്കരാണ്. ആലോചിക്കണം. കുടുംബത്തോടൊപ്പം തന്നെ പോന്നോളൂ. അത് നിങ്ങളുടെ കൂടെ നാടാണ്. നിങ്ങൾക്കവിടെ വസിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. ഓ, അത് നിങ്ങൾക്കും കുടുംബത്തിനും ഐശ്വര്യമായി തീരുകയും ചെയ്യും. അതാണ് ഈശ്വര നിശ്ചയിച്ചാല് അങ്ങനെ തന്നെ ഭവിക്കും. ശുഭപ്രതീക്ഷയോടെ മംഗളം ഭവന്തു. സമുദ്രോദ്ധാനം ചെയ്തെടുത്ത മലയ നാട്ടിലേക്ക്
ഭാരതഖണ്ഡത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് ഉത്തമരായ ജനങ്ങളെ പരശുരാമ മഹർഷി ക്ഷണിച്ചു വരുത്തി. നാടിന്റെ രക്ഷയ്ക്കും ജനങ്ങൾക്ക് ആരാധിക്കാനുമായി ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് നിത്യപൂജകൾ ചെയ്യാൻ 2 ശ്രേഷ്ഠ ബ്രാഹ്മണ കുടുംബങ്ങളെയും പ്രത്യേകം ക്ഷണിച്ചു വരുത്തി. ശിവ, എങ്ങനെയായി പുഴയൊന്നും കിടക്കുക? വഞ്ചിയൊന്നും കാണുന്നില്ലല്ലോ. കാതങ്ങൾ താണ്ടി കുടുംബസമേതം അവർ മലയനാട്ടിൽ എത്താറായപ്പോൾ അവർക്ക് വിഘാതമായി മുന്നിലൊരു പുഴ. ആഗമതന്ത്രങ്ങളുടെ തമ്പുരാക്കന്മാർ അവരുടെ മന്ത്രതന്ത്ര ശക്തികളാൽ എപ്രകാരം പുഴ കടന്ന് മലയനാട്ടിലെത്തുമെന്ന പരീക്ഷണവും നൽകി. വന്ദനം. വന്ദനം. ഒരു സന്യാസി വര്യന്റെ ക്ഷണപ്രകാരം മലയനാട്ടിൽ യജ്ഞപൂജാ തന്ത്രവിദ്യകൾ ചെയ്യുന്നതിനായി വന്നവരാണ് ഞങ്ങൾ. ഞങ്ങളും അപ്രകാരം തന്നെ എത്തിയവരാണ്. ഓ, പക്ഷേ മലയനാട്ടിലെത്താൻ ഈ പുഴയൊരു വിഘാതമാണല്ലോ. ആസുരത്വം ഇരുട്ടിലേക്ക് തള്ളിയിടുന്നു, ദേവത്വം പ്രകാശത്തിലേക്ക് ഉയർത്തുന്നു. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം.
ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം കിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസത്വജമംഗളം ത്രിജഗതാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസ